നിന എല്ലിനോയും ലാനിനായും UPSCയുടെ ഒരു ഫേവറേറ്റ് സബ്ജക്റ്റ് ആണ്. അപ്പോൾ ലാനിന ഒരു വെതർ ഫിനോമിനൻ ആണ് സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ ഇക്വറ്റോറിയൽ പസഫിക് ഓഷ്യനിൽ. ഏതാണ്ട് 10 വർഷത്തെ ആബ്സെൻസിന് ശേഷം ലാനിന വെതർ ഫിനോമിനൻ ഇസ് ബാക്ക് എന്നുള്ളതാണ്. ഗ്ലോബൽ സീസണൽ അപ്ഡേറ്റ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം അവരുടെ വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻസിന്റെ വേൾഡ് സീസണൽ അപ്ഡേറ്റ് എന്ന് പറയുന്ന റിപ്പോർട്ടിലാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ലാനിന സീ സർഫസിലെ ടെമ്പറേച്ചർ 2 and 3 degrees Celsius കൂളർ ദാൻ ആവറേജ് ആക്കും. അവിടുത്തെ ടെമ്പറേച്ചർ 2021 വരെ നിലനിൽക്കും. അപ്പൊ ടെമ്പറേച്ചറിനെ അഫക്റ്റ് ചെയ്യും, പ്രസിപ്പിറ്റേഷനെ, സ്റ്റോം പാറ്റേഴ്സിനെയൊക്കെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇത് അഫക്റ്റ് ചെയ്യും. ലാനിന എന്ന് വെച്ചാൽ ലാർജ് സ്കെയിൽ കൂളിംഗ് ഓഫ് ഓഷ്യൻ സർഫസ് ടെമ്പറേച്ചർ ഇൻ ദ സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ ഇക്വറ്റോറിയൽ പസഫിക് ഓഷ്യൻ. സമുദ്രത്തിന്റെ ബാഹ്യഭാഗത്ത് അല്ലെങ്കിൽ ഉപരിതലം തണുക്കുന്ന പ്രക്രിയയാണ്. Together with the changes in the tropical atmospheric circulation, namely winds, pressure and rainfall, opposite impacts on weather and climate as El Nino. El Nino il endu sambhavikkum, which is the warm phase of El Nino southern ocean. El Nino ചൂടാവുകയാണ് ചെയ്യും, ഇവിടെ തണുക്കുകയാണ് ചെയ്യും. അപ്പൊ ലാനിനായും എൽ നിനോയും വ്യത്യാസം മനസ്സിലാക്കുക. വെതർ ചേഞ്ചസ് എന്തൊക്കെയാണ് ലാനിനായുമായിട്ട് സംഭവിക്കുന്നത്? ഹോൺ ഓഫ് ആഫ്രിക്ക and Central Asia will see below average rainfall due to La Nina. So ഇതിന്റെ weather applications കൂടെ മനസ്സിലാക്കുക. East Africa is forecast to see drier than usual conditions, which together with the existing impacts of the desert locust invasion may add to regional food insecurity. അപ്പൊ അത് എന്ത് സംഭവിക്കും? ഈസ്റ്റ് ആഫ്രിക്കയിലെ ഫുഡ് ഇൻസെക്യൂരിറ്റിക്ക് കാരണമാണ്. അപ്പൊ ഈ ആഫ്രിക്കയിലെ പോവർട്ടിക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൂടെ കാരണമാകുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുമ്പോഴാണ് അതിനെ അനാലിസിസ് എന്ന് പറയുന്നത്. ഇന്നലെ നമ്മളൊരു ഡിസ്കഷൻ മീൻസ് ആൻസർ ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. അടുത്തത് സദേൺ ആഫ്രിക്കയില് റെയിൻഫോൾ ഇത് കൂട്ടും. അപ്പോ ഇന്ത്യൻ ഓഷ്യനിലും ട്രോപ്പിക്കൽ സൈക്ലോൺ സീസണിൽ അതിന്റെ ഇന്റൻസിറ്റി ഇത് കുറയ്ക്കും. അപ്പൊ ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സിനെ കുറിച്ചുകൂടെ മനസ്സിലാക്കുക. ഇത് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഒക്കെ ആ സബ്ജക്ട് ഇട്ടിട്ട് നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിലേക്കൂടെ സേവ് ചെയ്തിടുന്നത് നല്ലതാണ്. Southeast Asia, northeastern region of South America are expected to receive above average rainfall. La Nina, El Nino. In India, La Nina means the country will receive more rainfall than normal, leading to the floods. ഇത്രയും കാര്യങ്ങൾ ലാ നീന എൽ നിനോ ഇവയെ കുറിച്ച് മനസ്സിലാക്കുക. 82nd ടോപ്പിക്, ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് വെച്ചാൽ എന്താണ്? MLA-മാരെ MP-മാരെ ഒക്കെ അയോഗ്യരാക്കുന്ന ലോയാണ് ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയാം. അപ്പൊ ഡിസ്ക്വാളിഫിക്കേഷന്റെ ഗ്രൗണ്ട് എന്താണ്? ലാൽദു ഹോമ, അദ്ദേഹം India's first member of parliament to have been disqualified from the Lok Sabha has now been disqualified as an MLA in Mizoram. അദ്ദേഹത്തിന്റെ പേര് ലാൽ ദുഹോമ എന്നാണ്. സോറാം പീപ്പിൾസ് മൂവ്മെന്റിന്റെ MLA ആണ്. അപ്പം അതിനുള്ള റീസൺ എന്താണ്? ലാൽ ദുഹോമ ഹാസ് ഡിക്ലെയർഡ് ഹിംസെൽഫ് ആസ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ സോറാം പീപ്പിൾസ് മൂവ്മെന്റ് despite being elected as an independent candidate from the Serchip Assembly constituency. അപ്പൊ അങ്ങനെ അയാള് ഡിക്ലറേഷൻ കൊടുത്തോണ്ട് അയാൾക്ക് ഇൻഡിപെൻഡന്റ് ലെജിസ്ലേറ്ററുടെ സ്വഭാവം നഷ്ടപ്പെട്ടു. 10th ഷെഡ്യൂളിലാണ്
ആന്റി ഡിഫെക്ഷനെ കുറിച്ച് പറയുന്നു. 1985 52ാമത്തെ അമെൻമെന്റ് ആക്ട് പ്രകാരം it lays down the process by which legislators may be disqualified on grounds of defection by the presiding officer of a legislature based on a petition by any other member of the house. അപ്പോൾ പാർലമെന്റിലും സ്റ്റേറ്റ് അസംബ്ലീസിനും ഇത് ബാധകമാണെന്നുള്ളത് മനസ്സിലാക്കും. എങ്ങനെയാണൊരു അപ്പൊ ആന്റി ഡിഫെക്ഷൻ ലോ ഏതിലാണ് പറയുന്നത്? ഏത് അമെൻമെന്റ് ആക്ടിലാണ്? 52nd അമെൻമെന്റ് ആക്ടില്. ഏത് ഷെഡ്യൂളിലാണ്? 10th ഷെഡ്യൂളിലാണ്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട UPSC പലപ്പോഴും ചോദിച്ചിട്ടുള്ളതുമാണ്. എങ്ങനെയാണ് ഒരു മെമ്പറെ ഡിസ്ക്വാളിഫൈ ചെയ്യുക? ഒന്ന്, വോളണ്ടറിലി ഗിവ്സ് അപ്പ് ദ മെമ്പർഷിപ്പ് ഓഫ് ഹിസ് പൊളിറ്റിക്കൽ പാർട്ടി. അത് ഡിസ്ക്വാളിഫിക്കേഷന് കാരണമാണ്. രണ്ട്, വോട്ട്സ് or does not vote in the legislature contrary to the directions of his political party. However, if the member has taken prior permission or is condoned by the party within 15 days from such voting or abstention, the member shall not be disqualified. If an independent candidate joins a political party after the election, if a nominated member joins a party 6 months after, he becomes a member of the legislature. ഈ ഘട്ടങ്ങളിലൊക്കെ എന്ത് വരും? ഇത് സ്റ്റാറ്റിക് പോർഷൻ ആണ് ബേസിക്കലി. അപ്പൊ സ്റ്റാറ്റിക് പോർഷനിലാണ് ആന്റി ഡിഫെക്ഷനെ കുറിച്ച് പറയുന്ന ആ ഏരിയ നിങ്ങൾ മനസ്സിലാക്കി പോവുക എന്നുള്ളതാണ്. അതുപോലെ പാർട്ടി ലെജിസ്ലേറ്റേഴ്സ് മേ ചേഞ്ച് ദെയർ പാർട്ടി വിത്തൗട്ട് ദ റിസ്ക് ഓഫ് ഡിസ്ക്വാളിഫിക്കേഷൻ. എങ്ങനെയാണ്? ഒരു പാർട്ടിയിൽ നിന്ന് വേറെ പാർട്ടിയിലോട്ട് ചിലർ മാറും, പക്ഷെ അവർക്ക് അവരുടെ MLA സ്ഥാനോ MP സ്ഥാനോ നഷ്ടപ്പെടത്തില്ല. എപ്പോഴാ? ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയായിട്ട് മെർജ് ചെയ്യുകയാണ്. മെർജ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? 2/3 of its legislatures are in favor of the merger. 2/3 കൂട്ട ആളുകള് MLA-മാര് സപ്പോർട്ടീവ് ആണ് മെർജർ, പ്രശ്നമില്ല. അങ്ങനെ വരുമ്പോൾ രണ്ട് പാർട്ടിയിലെ അംഗങ്ങൾക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ വരുത്തി. 2/3 എന്നുള്ളത് മനസ്സിലാവും. പിന്നെ ഡിസിഷൻ ഓഫ് ദ പ്രിസൈഡിംഗ് ഓഫീസർ ഈസ് സബ്ജക്ട് ടു ജുഡീഷ്യൽ റിവ്യൂ. കോടതിയുടെ പരിഗണനയിലാണ്. Supreme Court in the High Court, thereby allowing appeals against presiding officer decision in the High Court and Supreme Court. അവിടെ നമുക്ക് സമീപിക്കാം. ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഇതിൽ സമീപിക്കാം. ഇലക്ട്രൽ റിഫോംസിൽ ചില സജഷൻസ് ദിനേശ് ഗോസ്വാമി കമ്മിറ്റി കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് ഡിസ്ക്വാളിഫിക്കേഷൻ ലിമിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഒന്ന്, എ മെമ്പർ വോളണ്ടറിലി ഗിവ്സ് അപ്പ് ദ മെമ്പർഷിപ്പ് ഓഫ് ഹിസ് പൊളിറ്റിക്കൽ പാർട്ടി. എ മെമ്പർ അബ്സ്റ്റെയിൻസ് ഫ്രം വോട്ടിംഗ് ഓർ വോട്ട്സ് കോൺട്രറി ടു പാർട്ടി വിപ്പ്. ഈ ഘട്ടങ്ങളിലൊക്കെ ആയിട്ട് മാത്രം പരിമിതപ്പെടുത്തണം എന്നാണ് ഇത് പറയുന്നത്. റൈറ്റ് ടു റീകോൾ പഞ്ചായത്ത് മെമ്പർ. റൈറ്റ് ടു റീകോൾ കേട്ടിട്ടുണ്ടോ? ഒരു സിനിമയുടെ തീമാണ്. ഏത് സിനിമയുടെയാണെന്ന് അറിയാം? മമ്മൂട്ടിയുടെ 1 എന്ന് പറയുന്ന മൂവിയുടെ തീം അതാണ്. അപ്പൊ ഹരിയാന പഞ്ചായത്ത് രാജ് അമെൻമെന്റ് ബിൽ സ്റ്റേറ്റ് അസംബ്ലിയിൽ പാസ്സായി. അത് പ്രകാരം 50% റൂറൽ ബോഡീസിലും സ്ത്രീകൾക്ക് സംവരണമുണ്ട്. 8% സംവരണം ബാക്ക്വേർഡ് ക്ലാസസിലുള്ളവർക്ക്. അപ്പൊ സർപഞ്ചസിനെ അല്ലെങ്കിൽ അവരെ നമുക്ക് എന്ത് ചെയ്യാം? അവരെ തിരിച്ചു വിളിക്കാം. ഒരു പെർഫോമൻസ് ഫെയിൽ ചെയ്യാൻ. അതിന്റെ ഒരു രീതി എന്താണ്? 50% മെമ്പേഴ്സ് ഒരു വാർഡിലെ അല്ലെ ഗ്രാമസഭയിലെ അവരെഴുതി കൊടുക്കണം പ്രൊസീഡിങ്സിന്. എയ്ഡൻ
അടുത്തത് സോ 50% മെമ്പേഴ്സ് ഗ്രാമസഭയിൽ ആവശ്യപ്പെട്ടാലാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുക. 2/3 മെമ്പേഴ്സ് അയാൾക്കെതിരെ വോട്ട് ചെയ്തിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാം കേട്ടോ. ഇത് ഗവേണൻസിലേക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൊണ്ടുവരാം. ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യുക ഇങ്ങനെയുള്ള കീ ടേംസ്, അല്ലെ ഇതെങ്ങനെ പഠിക്കും. ഹരിയാന എന്നുള്ള ഒരു എക്സാം. ഫിഫ്റ്റീൻത് ഫിനാൻസ് കമ്മീഷൻ, NK സിംഗ് ആണ് ചെയർമാൻ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. അപ്പൊ ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അവരുടെ ഫസ്റ്റ് റിപ്പോർട്ട് ഫിനാൻഷ്യൽ ഇയർ 2020-21 ആണ് പാർലമെന്റിൽ വെച്ചിട്ടുള്ളത്. അതില് സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടാക്സ് ഡെവല്യൂഷൻ, ലോക്കൽ ഗവൺമെന്റ് ഗ്രാന്റ്സ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഗ്രാന്റ്സ്, ഇവയുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണലി മാൻഡേറ്റഡ് ബോഡിയാണ്. ഫിസ്ക്കൽ ഫെഡറലിസത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതി. ആർട്ടിക്കിൾ 280 പ്രകാരമാണ് ഫിനാൻസ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ആർട്ടിക്കിൾ 280 വളരെ പ്രധാനപ്പെട്ടത്. അതുപോലെ ഫിനാൻസ് കമ്മീഷൻ ഇപ്പോൾ എത്രാമത്തെ ഫിനാൻസ് കമ്മീഷൻ ആണ് എന്നുള്ളത്, 15th ഫിനാൻസ് കമ്മീഷൻ, അതും പ്രധാനപ്പെട്ടതാണ്. അടുത്ത ചീഫ് മിനിസ്റ്റർ. ഇതെല്ലാം പൊളിറ്റിയിലെ സ്റ്റാറ്റിക് പോർഷൻസ് ആണ്. ഈ കാണുന്ന എല്ലാം സ്റ്റാറ്റിക് പോർഷൻസ്. നിതീഷ് കുമാർ ചീഫ് മിനിസ്റ്റർ ആയിട്ട് എലക്ട് ചെയ്യപ്പെട്ടു. ചീഫ് മിനിസ്റ്ററെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 164 ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോ ലെജിസ്ലേറ്റീവ് കൗൺസിലിലോ മെമ്പർ ആയിരിക്കും ചീഫ് മിനിസ്റ്റർ. പോഷൺ അഭിയാൻ. എന്താണ് പോഷൺ അഭിയാൻ? ഈ വർഷത്തെ വലിയൊരു സ്കീമാണ്, പ്രധാനപ്പെട്ട സ്കീമാണ്. പോഷൻ പ്ലസ് സ്ട്രാറ്റജി. നമുക്കറിയാം മാൽന്യൂട്രീഷൻ ഇന്ത്യയിലെ വലിയൊരു പ്രശ്നമാണ്. അപ്പൊ അതിനെ നേരിടാൻ വേണ്ടിയാണ് ഇതിന്റെ ബെനിഫിഷ്യറീസ് ആരൊക്കെയാണ്? ഇതിന്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് ചിൽഡ്രനും പ്രഗ്നന്റ് വുമണും ലാക്ടേറ്റിംഗ് മദേഴ്സും. സ്റ്റണ്ടിങ്ങും വേസ്റ്റിങ്ങും കുറയ്ക്കുക. എന്താണ് ഈ സ്റ്റണ്ടിങ്? സ്റ്റണ്ടിങ് എന്ന് വെച്ചാൽ എന്താ? സ്റ്റണ്ടിങ് എന്ന് വെച്ചാൽ മുരടിപ്പ്, ഈ വളർച്ച മുരടിക്കുക. അല്ലെ, വന്നിട്ട് വളരെ ക്ഷീണിതാവസ്ഥയിലൊക്കെ കുട്ടികൾ നിൽക്കുക. വേസ്റ്റിംഗ് എന്ന് വെച്ചാൽ അപ്പൊ ഇത് 2%. വേസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ണം കുറവല്ലേ? അതായത് ഹൈറ്റിനനുസരിച്ച് വണ്ണം ഇല്ലാത്തതല്ലേ? വണ്ണം ഇല്ലാത്ത, അതെ. മറ്റേത് ഒബേസിറ്റി അല്ലായിരുന്നു, വണ്ണമുള്ളത്. ഒബേസിറ്റിയാണ് വണ്ണം കൂടുതൽ വരുന്നത്. ഇപ്പൊ മുരടിപ്പും ഭാരമില്ലായ്മയും, ഇത് രണ്ടുമാണ്. വളർച്ച, മുരടിപ്പും ഭാരമില്ലായ്മയും, അതാണ് ഈ സ്റ്റണ്ടിങ്ങിലും വേസ്റ്റിങ്ങിലും വരും. അപ്പൊ അത് ഇപ്പൊ 6%. അത് എത്രയാണ്? അത് 2% വെച്ച് ഒരു വർഷം കുറയ്ക്കണം. അതാണ് നോക്കുക. അപ്പൊ അനീമിയ ഇപ്പൊ എത്രയുണ്ട്? 3% വെച്ച് കുറയ്ക്കണം. അനീമിയ എന്ന് വെച്ചാൽ രക്തക്കുറവ്, വിളർച്ച. അഡോളസന്റ് ഗേൾസിലും പ്രഗ്നന്റ് വുമനിലും ലാക്ടേറ്റിംഗ് മദേഴ്സിലും. ഇപ്പൊ ടാർഗറ്റ് എന്താണ് മിഷന്റെ? കുട്ടികളില് ഏജ് ഗ്രൂപ്പ് 0 to 6 ഏജ് ഉള്ളവരില് എന്ത് ചെയ്യണം? ആ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് 38.4% നിന്ന് 25% ആയിട്ട് കുറയ്ക്കുക. അപ്പൊ അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. മിഷന്റെ ഒരു വലിയൊരു ഉദ്ദേശം സ്റ്റണ്ടിങ് എമംഗ് ചിൽഡ്രൻ ഏജ് ഗ്രൂപ്പ് 0 to 6 years, അത് 25% ആക്കും.
അപ്പോ നമ്മുടെ അണ്ടർ 5 കുട്ടികള് അവര് ഇന്ത്യയെ നേരിടുന്ന ഒരു വിഷയമാണ്. അപ്പം തീർച്ചയായിട്ടും അതിനൊരു പ്രതിവിധി കണ്ടെത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഒരു സ്കീംസ് കൊണ്ടുവന്നിട്ടുള്ളത്. പുവർ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഇൻഅഫെക്ഷൻ, ഇന്നാഡിക്വേറ്റ് സൈക്കോളജിക്കൽ സ്റ്റിമുലേഷൻ, ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് സ്റ്റണ്ടിങ് ഉണ്ടാകുന്നത്. സ്റ്റണ്ടിങ് അപ്പൊ ഒരു മുരടിപ്പെന്നാണ് മലയാളത്തിൽ നമുക്ക് സ്റ്റണ്ടിങ്ങിനെ പറയാൻ പറ്റും. വേസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ പറയാൻ പറ്റുന്ന ഒരു സംഗതി വെച്ചാൽ ദുർബലാവസ്ഥ, ഏതെങ്കിലും അവയവ ശരീരഭാഗങ്ങൾ വളരാണ്ടിരിക്കുക, ദുർബലപ്പെടുക, വീക്കാവുക. ഇത് രണ്ടും പോഷക ആഹാരം കിട്ടാതെ വരുന്നതുകൊണ്ട് സംഭവിക്കുന്നതായിരുന്നു. പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജന ഫാർമ പ്രൊഡക്റ്റ് 358 കോടി രൂപ വിലയുള്ളത് എന്ത് ചെയ്തു? ഈ ജനൌഷധി കേന്ദ്രങ്ങളിലൂടെ കൊടുത്തു. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താണ്? ക്വാളിറ്റി മെഡിസിൻസ് അഫോർഡബിൾ പ്രൈസസിൽ കൊടുക്കുക. ബ്യൂറോ ഓഫ് ഫാർമ PSCs ഓഫ് ഇന്ത്യ ഇവരാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തത്. അടുത്ത് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ NPR. The Office of the Registrar General of India has clarified that the schedule or the questionnaire of the National Population Register is being finalized and the information about the expected date of the first phase of census 2021 is not available. സെൻസസിന്റെ സമയമായി അല്ലേ? എത്ര വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടക്കുന്നത്? 10 വർഷം കൂടുമ്പോൾ. 2011 സെൻസസ്. അപ്പൊ അടുത്തത് 2021. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പറയാൻ പറ്റത്തില്ല എന്നാ നടത്തുന്നതെന്നുള്ളത്. നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ രജിസ്റ്റർ ഓഫ് യൂഷ്വൽ റെസിഡൻസ് ഓഫ് ദ കൺട്രി. അത് ലോക്കൽ, സബ് ഡിസ്ട്രിക്ട്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് ലെവലിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. സിറ്റിസൺഷിപ്പ് ആക്ട് 1955, സിറ്റിസൺഷിപ്പ് റൂൾസ് 2003 പറയുന്നത് NPR രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. ഒരു ഐഡന്റിറ്റി ഡാറ്റാബേസ് ഉണ്ടാക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. ഒരു യൂഷ്വൽ റെസിഡന്റ് എന്ന് പറയുന്ന ആര്? A usual resident is defined for the purposes of NPR as a person who has resided in a local area for the past 6 months or more than a person who intends to reside in that area for the next 6 months or ഒരു സ്ഥലത്തെ കഴിഞ്ഞ 6 മാസമായിട്ട് താമസിച്ചിരിക്കുന്ന ഒരാളെയാണ് നമ്മൾ യൂഷ്വൽ റെസിഡന്റ് ആയിട്ട് കണക്കാക്കുന്നത്. ഈ റോഷ്നി ആക്ട് എന്താണ്? ജമ്മു ആൻഡ് കാശ്മീർ കഴിഞ്ഞ വർഷങ്ങളിലെ പത്രങ്ങളിൽ ഉണ്ടായിരുന്നു. റോഷ്നി ആക്ട് ബെനിഫിഷ്യറീസ്, അതില് ഫോർമർ മിനിസ്റ്റേഴ്സ് ഉണ്ട്, റിട്ടയർഡ് സിവിൽ സർവൻസ് ഉണ്ട്. ആ ലോ എന്ത് പറ്റി? നൾ ആൻഡ് വോയിഡ് ആയിട്ട് റീസെന്റ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. അപ്പൊ ജമ്മു കാശ്മീർ സ്റ്റേറ്റ് ലാൻഡ് ഓണർഷിപ്പ് ആക്ട് ആണ് റോഷ്നി ആക്ട് എന്നറിയപ്പെട്ടത്. ഇത് ഗവൺമെന്റ് വോയിഡായി, അസാധുവായിട്ട് പ്രഖ്യാപിച്ചു. എന്താണ് ഈ റോഷ്നി ആക്ട്? Enacted in 2001, the law sought to regularize unauthorized land. Unauthorized land regularize ചെയ്തു. അതില് എന്തുണ്ട്? The act envisaged the transfer of ownership rights of state land to its occupants, subject to the payment of a cost as determined by the government. അപ്പോൾ transfer of ownership of rights of state land to occupants. ഇപ്പൊ ഭൂമി പതിച്ചു കൊടുക്കുക എന്നല്ല പറയുന്നത്. അതൊരു വലിയ തുക വേണ്ട, ചെറിയൊരു തുകയ്ക്ക് കൊടുക്കുന്ന ഒരു ഏർപ്പാടായിരുന്നു. അപ്പൊ അതിനകത്ത് മന്ത്രിമാരും സിവിൽ സർവൻസും ഒക്കെ വന്നു, അവരുടെ പേരിലൊക്കെ വന്നു. അതിനകത്ത് ഒത്തിരി അഴിമതി നടന്നു എന്ന് ആരോപിച്ചാണ് ഇത് വന്നത്. അപ്പൊ ഗവൺമെന്റ് പറഞ്ഞ അത് ഹൈഡ്രോ പവർ പ്രൊജക്ട്സിന് വേണ്ടി ഉപയോഗിക്കും, ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ. അങ്ങനെയാണ് റോഷ്നി എന്നുള്ള പേര് വന്നത്. അഗ്രികൾച്ചറൽ ലാൻഡ് ഫാർമേഴ്സിന് അവർ ഒക്യുപ്പൈ ചെയ്യുന്ന ഫ്രീ ആയിട്ട് പതിച്ച 100 രൂപയ്ക്ക് അവരുടെ നിന്ന് വാങ്ങിച്ചു. പക്ഷെ അത്
അതൊരു കോൺട്രവേഴ്സി ആയിരുന്നതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു, അതെടുത്ത് കളഞ്ഞു. അപ്പൊ റോഷ്നി ആക്ട് എന്താണ്, ഇതെന്തുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. ചപ്പാരെ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ബൊളിവിയയിൽ ഐഡന്റിഫൈ ചെയ്തു. എബോള വൈറസ് ഡിസീസ് ഒക്കെ പോലെ തന്നെ ഇത് ബൊളിവിയയിലെ ആ ഒരു പ്രൊവിൻസിലാണ് കണ്ടെത്തിയത്, ചപ്പാരെ. അങ്ങനെയാണ് ആ പേര് കിട്ടിയത്. ഇത് ഒരു ഹെമോറോജിക് ഫീവറിന് കാരണമാകും, എബോള ഒക്കെ പോലെ. ഇത് നോട്ട് ട്രാൻസ്മിസിബിൾ വയ ദ റെസ്പിറേറ്ററി റൂട്ട്. ഇത് ഡയറക്റ്റ് ബോഡി ഫ്ലൂയിഡ്സിന്റെ ഡയറക്റ്റ് കോണ്ടാക്ട് വഴിയാണ് ഇത് സ്പ്രെഡ് ചെയ്യപ്പെടുന്നത്. ട്രോപ്പിക്കൽ റീജിയൻസിൽ ഇത് വളരെ കോമൺ ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഹെൽത്ത് കെയർ വർക്കേഴ്സും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെയാണ് ഇത് കൂടുതൽ വരാൻ സാധ്യതയുള്ളത്. വെസ്റ്റ് ബാങ്ക് ആൻഡ് ഇഷ്യൂസ് അസോസിയേറ്റഡ് ഒരു ചോദ്യമൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മള് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നലെ നമ്മുടെ നിഷാന്ത് സാറ്, അദ്ദേഹം വളരെ കറണ്ട് അഫയേഴ്സ് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു ഫാക്കൽറ്റിയാണ്. അദ്ദേഹം IRS ഓഫീസറാണ്. അദ്ദേഹം കുറെ വീഡിയോസ് ഇട്ടിരുന്നു. ഇസ്രായേൽ പലസ്തീൻ സംഘർഷം കണ്ടിരുന്നു. ഇപ്പോഴും ഇടുന്ന ലേറ്റസ്റ്റ് കണ്ടോ? നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല. കണ്ടാലും വളരെ ഡെപ്തിൽ നിങ്ങൾക്ക് ആ ഇഷ്യൂസ് എല്ലാം മനസ്സിലാവും. അത്രയ്ക്കും ഡെപ്തിലുള്ള ഒരു സംഗതിയാണ് അദ്ദേഹം ഇട്ടിരുന്നത്. അപ്പോ first visit by US Secretary of State to an Israeli settlement in the occupied West Bank. അവിടെ മൈക്ക് പോംപിയോ വിസിറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത്? ഇവരോടുള്ള ഒരു സോളിഡാരിറ്റി പ്രഖ്യാപിക്കും. ഈ ഇസ്രായേലിനോടുള്ള സോളിഡാരിറ്റി പ്രഖ്യാപിക്കും. അമേരിക്കയുടെ ഒരു സ്ട്രോങ് അലൈയാണ് ഇസ്രായേൽ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. പലസ്തീനിയൻസ് പോംപിയോയോട് പറഞ്ഞു ഇസ്രായേലിനെ ഹെൽപ്പ് ചെയ്യാണ്. വെസ്റ്റ് ബാങ്കിൽ ലാൻഡിന് മേലെയുള്ള അതോറിറ്റി. വെസ്റ്റ് ബാങ്ക് എവിടെയാണ്? ഇതൊരു ലാൻഡ് ലോക്ഡ് ടെറിട്ടറിയാണ്, മെഡിറ്ററേനിയൻ കോസ്റ്റിൽ, വെസ്റ്റേൺ ഏഷ്യ. ഒരു സൈഡിൽ ജോർദാൻ ആണ്, മറ്റൊരു സൈഡ് ജോർദാൻ ടു ദ ഈസ്റ്റ് ആൻഡ് ഗ്രീൻ ലൈൻ സെപ്പറേറ്റിംഗ് ഇറ്റ് ആൻഡ് ഇസ്രായേൽ ഓൺ ദ സൗത്ത്, വെസ്റ്റ് ആൻഡ് നോർത്ത്. West Bank also contains a significant section of the western Dead Sea shore. What are the disputed settlements here? Who lives there? West Bank was captured by Jordan after 1948 Arab-Israeli war. അപ്പൊ ഈ രണ്ട് അനക്സേഷൻ ഉണ്ട്. ഒന്ന് 1948 1967 ഇസ്രായേലിൽ എന്ത് ചെയ്തു? 1967 6 ഡേ വാറിൽ അത് തിരിച്ചു പിടിച്ചു. എന്നിട്ട് അവിടെ ഒക്യുപ്പൈ ചെയ്യാണ് ഇതിനുശേഷം. എന്നിട്ട് അന്ന് ആ വാറിൽ ആരെയൊക്കെ തോൽപ്പിച്ചു? ഈജിപ്ത്, സിറിയ, ജോർദാൻ ഇവരുടെ കമ്പൈൻഡ് ആർമിയെ തോൽപ്പിച്ചു. 130 ഫോർമൽ സെറ്റിൽമെന്റ്സ് അവിടെയാണ്. കഴിഞ്ഞ 20-25 വർഷമായിട്ട് അത്തരം സെറ്റിൽമെന്റ്സ് കൂടുകയാണ്. സിയോണിസ്റ്റുകളാണ് കൂടുതലും വന്നിട്ടുള്ളത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ. അവിടെ 26 ലക്ഷം പലസ്തീനിയൻസും ഉണ്ട്, 4 ലക്ഷം ഇസ്രായേലി സെറ്റിലേഴ്സും. ഈ പലസ്തീനിയൻസ് വിശ്വസിക്കുന്ന അവരുടെ ഒരു ഫ്യൂച്ചർ സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് ഈ വെസ്റ്റ് ബാങ്ക് കിട്ടും എന്നാണ് വിചാരിക്കുന്നത്. അവര് ചിന്തിക്കുന്ന അത് ഇസ്രായേലിലെ ഇല്ലീഗലി ഒക്യുപ്പൈ ചെയ്താണെന്ന് വിചാരിക്കും. NBFCs MFIs എന്താണ്? A non-deposit taking NBFC
that meets the following conditions. Minimum net owned funds. Minimum 5 crore രൂപ വേണം for those registered in northeastern region. 2 കോടി NOF-നും ആവശ്യമാണ്. മിനിമം നെറ്റ് ഓൺഡ് ഫണ്ട്സ് വേണം. NBFC MFI എന്ന് പറയുന്നത് ഒരു നോൺ ഡെപ്പോസിറ്റ് ടേക്കിംഗ് NBFC ആണ്. ഈ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആണ് NBFCs എന്നറിയപ്പെടുന്നത്. മുത്തൂറ്റ്, മണപ്പുറം, അവരൊക്കെ ഡിപ്പോസിറ്റ് ഡിബഞ്ചേഴ്സ് സ്വീകരിക്കാറുണ്ട്. എന്നാൽ അത്തരം ഡിബഞ്ചേഴ്സ് സ്വീകരിക്കാത്ത നോൺ ഡെപ്പോസിറ്റ് കമ്പനീസിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. അപ്പൊ ഈ 85% ക്വാളിഫയിങ് അസറ്റ്സ് ആയിരുന്നു. അപ്പൊ എന്താണ് ഈ ക്വാളിഫയിങ് അസറ്റ്സ്? ക്യാഷ്, ബാങ്ക് ബാലൻസ്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്, ഇതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുക. Qualifying assets are those assets which have a substantial period of time to be ready for its intended use or sale. ഇതിനെയാണ് ക്വാളിഫയിങ് അസറ്റ്സ്. ഹരിയാന 75% ജോബ്സും അവരുടെ പ്രൈവറ്റ് സെക്ടറിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കും? ഹരിയാനയിലെ ജോബ്സിന്റെ 75% പുറത്തു നിന്നുള്ള സ്റ്റേറ്റിലുള്ളവർക്ക് പറ്റത്തില്ല. അത് ഈവൻ പ്രൈവറ്റ് ജോബ്സ്. അങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരികയാണ്. ഇത് കേസ് സ്റ്റഡി ആയിട്ടൊക്കെ നമുക്ക് കൊണ്ടുവരാം. മണ്ണിന്റെ മക്കൾ വാദം എന്നൊക്കെ നമ്മൾ പറയും. അത് പോസ്റ്റ് വേർ ദി ഗ്രോസ് മന്ത്ലി സാലറി ഓർ വേജസ് ആർ നോട്ട് മോർ ദാൻ 50,000. അങ്ങനെയുള്ള ജോലികളാണ്. സാധാരണക്കാർക്ക് കൂടുതൽ ജോലി കിട്ടുക എന്നതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അത് ഫോളോ ചെയ്തില്ലേ എംപ്ലോയർ 5 ലക്ഷം രൂപ ഫൈൻ വരും. അടുത്ത ഒരു പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. വാട്ട് ഇസ് PLI? പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്. എന്താണത്? പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം എന്ന് വെച്ചാൽ പറയാമോ? ഇൻക്രിമെന്റൽ ലെവൽ ഓഫ് പ്രൊഡക്ഷന് വേണ്ടി ഇൻസെന്റൈസ് ചെയ്യും. എങ്ങനെയാ കൊടുക്കുക? അത് സെയിൽസിന്റെ പെർസെന്റേജ് കൂട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കും. ഇപ്പൊ മൊബൈൽ ഫോൺ നിർമ്മാണത്തിന് PLI വെച്ചിട്ടുണ്ട് ലോക്കൽ, മേക്ക് ഇൻ ഇന്ത്യ. അപ്പൊ 10 സെക്ടറിൽ ടെലികോം ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, ടെക്സ്റ്റൈൽസ് ഉണ്ട്, സ്പെഷ്യാലിറ്റി സ്റ്റീൽ, ഓട്ടോമൊബൈൽസ്, ഓട്ടോ കോമ്പോണന്റ്, സോളാർ, ഫോട്ടോ വോൾട്ടൈക് മോഡ്യൂൾസ്, വൈറ്റ് ഗുഡ്സ്, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. അപ്പൊ 1.4 lakh crore ആണ് അടുത്ത 5 വർഷത്തേക്ക് മാറ്റിവെക്കുന്ന. അപ്പൊ ഇത് മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിനെ ബൂസ്റ്റ് ചെയ്യും. അപ്പൊ ഈ ബെനിഫിറ്റ് ഇവർക്ക് എപ്പോഴാണ് കിട്ടുന്നത്? ഇതൊരു ക്ലാരിറ്റി വേണം. മെയിനും ചോദ്യം വരാൻ സാധ്യതയില്ല. അപ്പൊ ഗവൺമെന്റ് PLI സ്കീം മൊബൈൽ ഫോണിനും ഫാർമയിലും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് എന്താ ചെയ്തത്? ഇവർക്ക് ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് കൊടുക്കും. ഇവരുടെ പ്രൊഡക്ഷൻ അനുസരിച്ചായിരിക്കും ആ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് കൊടുക്കുന്നത്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പോ ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് മേക്ക് ഇൻ ഇന്ത്യ ഒരു എഫക്റ്റീവ് ആയിട്ട് മാറ്റും എന്നുള്ളത് മനസ്സിലാക്കും. ഗുണം എന്തൊക്കെയാണ്? ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ്ങിനെ കോമ്പറ്റേറ്റീവും എഫിഷ്യന്റും ആക്കുക. എക്കണോമീസ് ഓഫ് സെയിൽസ്. മേക്ക് ഇൻ ഇന്ത്യ കൂടുതൽ ഹയർ റേഞ്ചിലേക്ക് പോകാൻ ഇത് കാരണമാകും. ഇതൊരു മെയിൻ പോയിന്റ് ഓഫ് വ്യൂ, ഇത് ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. Create economies of scale. Make in India part of global supply chain. Attract investment in core manufacturing and cutting edge technology. എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാ വരിക? പുറത്തു നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എങ്ങനെയാ വരിക? ഈ ഇത്തരത്തിലുള്ള സംഗതികൾ വരുമ്പോൾ ആളുകൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുമോ? തയ്യാറാവും അല്ലേ? തയ്യാറാവത്തില്ലേ?
അപ്പൊ ഒരു ലൈഫ് ടൈം എക്സ്പോർട്ടിന് ഇത് കാരണമാകും അല്ലെ. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയും. ഈ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക. അടുത്ത 95-ാമത്തെ ടോപ്പിക്, വാട്ട് ആർ നെഗറ്റീവ്ലി ഈൽഡ് ബോണ്ട്സ്? നെഗറ്റീവ്ലി ഈൽഡ് ബോണ്ട്സ് എന്ന് പറയുന്നത് എന്താ? ഈ നെഗറ്റീവ്ലി ഈൽഡ് ബോണ്ട്സ് എന്ന് വെച്ചാൽ നമ്മൾ അടയ്ക്കുന്ന പൈസയെക്കാളും പൈസ കുറവാണ് കിട്ടുന്നത് മെച്യൂരിറ്റി. അപ്പൊ അത് നല്ലതാണോ? അത് ആളുകൾ ഇഷ്ടപ്പെടുവോ? ഇല്ല സർ. പക്ഷേ ചൈന നെഗറ്റീവ് ഈൽഡ് ഡെപ്റ്റ് ബോണ്ടുകൾ സെല്ല് ചെയ്യാൻ തുടങ്ങി. 5-year ബോണ്ട് 0.152% ആണ്, എന്ന് വെച്ചാൽ മൈനസ് 1% താഴെയാണ് റിട്ടേൺ. ഇത് ഏത് സാഹചര്യത്തിലാണ്? ഇതൊന്ന് മനസ്സിലാക്കണം. ഇതൊരു എക്കണോമിക് പെർസ്പെക്റ്റീവില് ചോദ്യം വരാൻ സാധ്യതയുള്ളത്. ഇത് എന്താന്ന് ചോദിച്ചാൽ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ് ദാറ്റ് ഓഫർ ടു പേ ദ ഇൻവെസ്റ്റർ എ മച്യൂരിറ്റി എമൗണ്ട് ലോവർ ദാൻ പർച്ചേസ് പ്രൈസ് ഓഫ് ദ ബോണ്ട്. നെഗറ്റീവ് ഈൽഡ് ബോണ്ട് വെച്ചാൽ പർച്ചേസ് പ്രൈസിനൊക്കെ കുറവാണ് മച്യൂരിറ്റി കിട്ടുക. നിങ്ങൾ ഇന്ന് 1000 രൂപ ഇട്ടാൽ മച്യൂരിറ്റി ചിലപ്പോൾ കിട്ടുമ്പോൾ 999 രൂപയെ കിട്ടത്തുള്ളൂ. നോർമലി നമുക്ക് കിട്ടുന്ന FD ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ നമുക്കൊരു 8%, 10%, 5% കിട്ടും. ഇത് സെൻട്രൽ ബാങ്ക്സും ഗവൺമെന്റുമാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോ ഇവിടെ നമ്മള് ഇൻവെസ്റ്റേഴ്സ് പേ ഇൻട്രസ്റ്റ് ടു ദ ബോറോവർ ടു കീപ് ദയർ മണി വിത്ത്. പൈസ സൂക്ഷിക്കുന്നതിന് അങ്ങോട്ട് പൈസ കൊടുക്കുക. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബോണ്ട് പ്രൈസ് ആൻഡ് yield. A bond's price moves inversely with its yield or interest rate. Higher the price of a bond, lower the yield. The reason for the inverse relationship between price and yield is due to bonds being fixed rate investments. Bond എന്ന് പറയുന്ന ഒരു ഫിക്സഡ് റേറ്റ് റിട്ടേൺ തരുന്ന. അപ്പോൾ investors might sell their bonds if it is expected that interest rate will rise in the coming months and opt for higher rate bonds later. അപ്പൊ അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നവയുണ്ട് എന്ന് കണ്ടാൽ ചിലപ്പോൾ അവർ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. കൺവേഴ്സ്ലി ബോണ്ട് ഇൻവെസ്റ്റേഴ്സ് മൈറ്റ് ബൈ ബോണ്ട്സ് ഡ്രൈവിംഗ് ദ പ്രൈസസ് ഹയർ. കൂടുതൽ ആളുകൾ ബോണ്ടുകൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് കൂടും. ഇഫ് ദേ ബിലീവ് ഇൻട്രസ്റ്റ് റേറ്റ് വിൽ ഫോൾ ഇൻ ദ ഫ്യൂച്ചർ ബിക്കോസ് എക്സിസ്റ്റിംഗ് ഫിക്സഡ് റേറ്റ് ബോണ്ട്സ് വിൽ have a higher rate of yield. എന്ന് വെച്ചാൽ ഈ ഇപ്പൊ ചില ബാങ്കിലൊക്കെ നിങ്ങൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ ബാങ്ക് മാനേജർ പറയും ഇൻട്രസ്റ്റ് റേറ്റ് കുറയാൻ സാധ്യതയുണ്ട് കേട്ടോ, ഇപ്പൊ ഡിപ്പോസിറ്റ് ഇട്ടാൽ നല്ലതാന്ന് പറയത്തില്ല. അപ്പൊ ആളുകൾ എന്ത് ചെയ്യും? നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യുവോ? ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായോ? ഈ ഒരു ഡിഫറൻസ് മനസ്സിലായോ? എന്താന്നുള്ളത് മനസ്സിലായോ? മ്യൂട്ട് ചെയ്യണം. ഈ ശല്യത്തില് മ്യൂട്ട് ചെയ്യണം. ജിൻഘോഷ് മ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഓക്കെ. അടുത്ത പോളാവരം പ്രൊജക്ട്. എന്തെങ്കിലും ക്ലാരിറ്റി വേണ്ടതുണ്ടേ പറയണം കേട്ടോ. ക്ലാരിറ്റി ഏതെങ്കിലും വേണ്ട. ജപ്പാനിലൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് നെഗറ്റീവ് ആണ്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പൈസ ആവും. ബാങ്കിൽ FD ഇടുന്നതിന് അങ്ങോട്ട് പൈസ. പോളാവരം അങ്ങനെ വരുമ്പോ സാർ ഡൗട്ട് വെച്ചോട്ടെ സാർ, അങ്ങനെ വരുമ്പോ ജനങ്ങൾ ഇൻവെസ്റ്റ് മീൻസ് അങ്ങനെ പൈസ ഇൻവെസ്റ്റ് ചെയ്യോ? ഇത് ജനങ്ങളെ ഉദ്ദേശിച്ചല്ല ഇത് പ്രധാനമായിട്ടും വരുന്നത്. ഈ വലിയ കോർപ്പറേറ്റ്സിനെ ഉദ്ദേശിച്ചില്ല. ഈ റിസ്ക് ഇപ്പൊ ഈ വോളറ്റൈൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് അവർ ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പൊ 10 വർഷത്തേക്ക് ഇപ്പൊ എക്കണോമിക് ക്രൈസിസ് ഉണ്ടെങ്കിലും
അവർക്ക് ആ പൈസ എങ്കിലും സേഫ് ആയി കിടക്കും. അങ്ങനെ പിന്നെ ഇത് പിന്നെ രണ്ടാമത്തെ കേസ് ഇത്തരം ബോണ്ടുകളൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതൽ ഡെവലപ്മെന്റൽ പ്രൊജക്ട്സിലോട്ടൊക്കെ ആയിരിക്കും കൂടുതൽ പോവുക. അപ്പൊ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്നുള്ള ഒരു രീതിയിൽ ഗവൺമെന്റിന്റെ ബോണ്ടുകളാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് നിങ്ങൾ ഈ എപ്പോഴും ഡെവലപ്ഡ് എക്കണോമി ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണ്. 2%. ഇപ്പൊ UK US ഒക്കെ എത്രയുണ്ട് ഇൻട്രസ്റ്റ് റേറ്റ്? ആവറേജ് 3% ഉള്ളൂ. UK 2 ഉള്ളൂ. വളരെ കുറവാണ്. അടുത്ത പോളാവരം പ്രൊജക്ട്. Andhra Pradesh government recently said that it is planning to complete the Polavaram project by 2022 Kharif season. And 6 other projects. Vamsadara phase 2, Vamsadara Nagavalli link, Oak Tunnel 2, Velugonda phase 2, Nellur Sangam barges. Polavaram project ഒരു ഡാമാണ്, ഗോദാവരി റിവറിലാണ്. റിവർ മനസ്സിലാക്കുക. ഇത് നിങ്ങൾ ഈ ഗൂഗിൾ ഡ്രൈവിലൊക്കെ ഒരു സ്റ്റേറ്റിന്റെ പേരിട്ടിട്ട് അങ്ങ് സേവ് ചെയ്തിട്ടിട്ട് കീവേഡ് സെർച്ച് ചെയ്താൽ ഇതെല്ലാം കിട്ടും കേട്ടോ. ആ വാർത്തകളെല്ലാം ഇടയ്ക്കിടയ്ക്ക് നോക്കി പോകാമല്ലോ. It will facilitate an inter-basin transfer to the Krishna River basin through its right canal. It is a multi-purpose major terminal reservoir project for development of irrigation, hydropower and drinking water facilities. The project was accorded to national status in 2014. അടുത്ത 97 mega food track. മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസിംഗ് ആണ് അവരുടെ ഒരു സ്കീമാണ്. 2008 മുതൽ വന്നിട്ടുണ്ട്. അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനെ മാർക്കറ്റുമായിട്ട് ലിങ്ക് ചെയ്യുക, ഇതാണ് ഇവരുടെ ഒരു ഉദ്ദേശം. അത് ഫുഡ് പ്രോസസിംഗ് സെക്ടറിന് വലിയൊരു ബൂസ്റ്റ് നൽകും. അഗ്രികൾച്ചർ എന്നുള്ള ടോപ്പിക്ക് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മളൊന്ന് നോട്ട് ചെയ്യണം, എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കണം, പഠിക്കണം, പഠിച്ചു പോകണം. അപ്പോ സിഗ്നിഫിക്കൻസ് എന്താണ്? 50 കോടി രൂപയാണ് മെഗാ ഫുഡ് പാർക്കിന് വേണ്ടി ഗവൺമെന്റ് മാറ്റിവെക്കും. 50 ഏക്കർ വേണം. ടോട്ടൽ പ്രൊജക്ഷൻ കോസ്റ്റിന്റെ 50% ഫണ്ടിങ് ലഭിക്കും. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ അവരാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റ് cooperatives are not required to form a separate special purpose vehicle for the implementation of mega food park. In National Investment and Infrastructure Fund. നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് അടുത്ത് 6000 കോടി രൂപയുടെ ഒരു ഫണ്ടാണ്. ഡെപ്റ്റ് പ്ലാറ്റ്ഫോമില് 40,000 കോടി രൂപയാണ് ഇതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഗ്രീൻ ഫീൽഡ്, ബ്രൗൺ ഫീൽഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിന് വേണ്ടിയിട്ടാണ്. എനർജി, ട്രാൻസ്പോർട്ടേഷൻ, ഹൗസിംഗ്, വാട്ടർ, വേസ്റ്റ് മാനേജ്മെന്റ് ഈ സെക്ടറിലൊക്കെയാണ് കൂടുതൽ. കാൽവരി ക്ലാസ് സബ്മറൈൻസ് ഇന്ത്യൻ നേവിയുടെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരു ഇപ്പൊ നിങ്ങളുടെ നോട്ട്ബുക്കിൽ തന്നെ ഓരോ ഏരിയ അല്ലെങ്കിൽ നിങ്ങളുടെ ഫയൽസിൽ സെപ്പറേറ്റ് ഏരിയ വെക്കണം. ഡിഫൻസ് എന്നുള്ള ടോപ്പിക്കില് ഇത് ആഡ് ചെയ്യണം, ഇങ്ങനത്തെ ടോപ്പിക്കൊക്കെ. അപ്പൊ 5th കാൽവരി ക്ലാസ് ഡീസൽ ഇലക്ട്രിക് attack submarine INS Vagir was launched recently at
Mazagon Dock in Mumbai. The other vessels in the class are INS Calvary, INS Kanderi, INS Karanj, INS Vela, INS Vakshe. This hunter killer they can be used in anti-warship and anti-submarine operations. These submarines are built under Project 75 and their design is based on the Scorpion class of the submarines. Mazagon Dock Limited and the producer. Scorpion class submarines design ചെയ്തിരിക്കുന്ന ഫ്രഞ്ച് ഡിഫൻസ് മേജർ നേവൽ ഗ്രൂപ്പാണ്. നേരത്തെ DCNS എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ സ്പാനിഷ് സ്റ്റേറ്റ് ഓൺഡ് എൻറ്റിറ്റി നവാനിഷിയും കൂടി ചേർന്നിട്ടാണ്. കാൽവരി എന്ന് വെച്ചാൽ ടൈഗർ ഷാർക്ക് എന്നാണ് ആ പേരിന്റെ ഒറിജിൻ കേട്ടോ, ഷിപ്സിന്റെ. വാഗീർ സാൻഡ് ഫിഷ് എന്നാണ്, അതൊരു പ്രിഡാറ്ററി മറൈൻ സ്പീഷീസ്. കന്ധേരി എന്നുള്ളത് ഐലൻഡ് ഫോർട്ട് ആണ്. ഛത്രപതി ശിവജി ഫോം ചെയ്ത ഐലൻഡ് ഫോർട്ടാണ് കന്ധേരി. അദ്ദേഹത്തിന്റെ നേവിയുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. കാരഞ്ച് ഹാസ് ഓൾസോ ബീൻ നെയ്മഡ് ആഫ്റ്റർ ആൻ ഐലൻഡ് ലൊക്കേറ്റഡ് ഇൻ സൗത്ത് ഓഫ് മുംബൈ. അപ്പൊ ഒറിജിൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി. 30-meter telescope TNT. Indian astronomers collaborated with the Nobel laureate on 30-meter telescope project. 2020 physics Nobel laureate Professor Andrea Ghez had worked closely with the Indian astronomers on the design of the back-end instruments. It is an astronomical observatory with an extremely large telescope. അതിന് കാനഡ, ചൈന, ഇന്ത്യ, ജപ്പാൻ, USA ഇവരുടെ ഫണ്ടിങ് ഉണ്ട്. ഇതിന്റെ എന്തിനു വേണ്ടിയിട്ടാണിത്? It is designed for near ultraviolet to mid infrared observations, featuring adaptive optics to assist in correcting image blur. What is aerial space mission adopted by the European Space Agency? ESA. Aerial atmospheric remote sensing infrared exoplanet large survey will be launched in 2029. It will perform large-scale survey of over 1,000 exoplanets over a period of 4 years. Explorer that will study the nature, formation and evaluation of exoplanets. Ariel is the first mission of its kind dedicated to measuring the chemical composition and thermal structures of hundreds of exoplanets. Exoplanets are found here. Handful of exoplanets have been found using telescope, and rest has been detected using indirect methods. More than 4,000 exoplanets is considered confirmed. എർത്തിനോട് ചേർന്നിട്ടുള്ള ഏറ്റവും അടുത്ത എക്സോപ്ലാനറ്റ് എന്ന് പറയുന്നത് പ്രോക്സിമ സെന്റിനറി ബി ആണ്. Sentinel-6 സാറ്റലൈറ്റ് എന്ന് വെച്ചാൽ എന്താ? The Copernicus Sentinel-6 മൈക്കൽ ഫെർലിഷ് സാറ്റലൈറ്റ് അത് ഡിസൈൻ ചെയ്തു ഓഷ്യൻസ് മോണിറ്റർ ചെയ്യാൻ. കാലിഫോർണിയയിൽ നിന്നും സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റ് അത് വിക്ഷേപിച്ചു. സോ ഗ്ലോബൽ സീ ലെവൽ ചേഞ്ചസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. The mission is called the Jason Continuity Service Mission. Height of the ocean. Climate change മനസ്സിലാക്കാൻ വളരെ ഹെൽപ്ഫുൾ ആണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കും. ESA, NASA ഇവരെല്ലാം ചേർന്നാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഗ്ലോബൽ സീ ലെവൽ റൈസിനെ കുറിച്ചൊരു ഇൻഫർമേഷൻ തരും. ഗ്ലോബൽ വാർമിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആൻസേഴ്സ് എഴുതുമ്പോൾ വേണേൽ അവിടെ ഒരു പോയിന്റ് ആയിട്ട് ഇതിനെ കുറിച്ച് കൊണ്ടുവരാം. അതുപോലെ എൽനിനോ, ലാനിന ഇവയെ കുറിച്ചൊക്കെ നമുക്ക് വിവരം തരും. ശുക്രായൻ ISROയുടെ ഒരു പ്രൊജക്റ്റാണ്. ശുക്രായൻ എന്താണ്? വീനസിനെ സ്റ്റഡി ചെയ്യും. ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ സർഫസ് പ്രോസസ്സസ് ആൻഡ് ഷാലോ subsurface stratigraphy. Satellite is planned to be launched on board GSLV Mk2 rocket. Proposed orbit is expected to be around 500 into 60,000 kilometers around the Venus. This orbit is likely to be reduced gradually over several months to a lower apophysis.
Why study Venus? Venus is often described as the twin sister of the Earth because of the similarities in size, mass, and density, bulk composition, and gravity. It is believed that both planets share a common origin. Venus is around 30% closer to the Sun as compared to Earth, resulting in much higher solar flux. At the Chang'e 5 probe, China unmanned spacecraft. ഇത് സയൻസ് ആൻഡ് ടെക്നോളജി വരുന്ന ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. 10-12 ചോദ്യം സയൻസ് ആൻഡ് ടെക്കിന്ന് കിട്ടും. ചൈനീസ് മൂൺ ഗോഡസിന്റെ പേരാണ് അവർ കൊടുത്തിട്ടുള്ളത്. തേർഡ് കൺട്രിയാണ് മൂൺസിൽ നിന്ന് സാമ്പിള് കളക്ട് ചെയ്യുന്നത്. US, സോവിയറ്റ് യൂണിയൻ അവർക്ക് ശേഷം. ഇത് ചൈനയുടെ സ്പേസ് ഹിസ്റ്ററിയിൽ പലതുകൊണ്ടും ഫസ്റ്റ് ആയിരിക്കും. ദ ഫസ്റ്റ് ടൈം ഫോർ എ പ്രോബ് ടു ടേക്ക് ഓഫ് ഫ്രം ദ സർഫസ് ഓഫ് ദ മൂൺ, the first time to be automatically sampled from the lunar surface, the first time to conduct unmanned endeavors docking in lunar orbit, the first time to return to Earth with lunar soil samples in escape velocity. അതുപോലെ ജപ്പാന്റെ ഹയാബുസ സ്പേസ് ക്രാഫ്റ്റ് അവരെന്ത് ചെയ്തു? ആസ്ട്രോയിഡ് സോയിൽ സാമ്പിൾസ് എർത്തിൽ നിന്നും കളക്ട് ചെയ്തിട്ട്. കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് പ്രൊജക്ട് കേരള ഗവൺമെന്റിന്റെ ഒരു പ്രൊജക്റ്റാണ്. മേക്കിംഗ് ഇന്റർനെറ്റ് ആക്സസ് ടു സിറ്റിസൺസ് റൈറ്റ്, ഇതാണ് ഉദ്ദേശം. 20 ലക്ഷം BPL ഹൗസ് ഹോൾഡ്സിന് ഇതിന്റെ പ്രയോജനം ലഭിക്കും. ഇതൊരു കണക്ടിവിറ്റി സ്കീമായിട്ടും ഒരു സോഷ്യൽ ഇൻക്ലൂഷൻ സ്കീമായിട്ടൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിനും കേബിൾ TV ഓപ്പറേറ്റേഴ്സിനും ഇതിൽ ജോയിൻ ചെയ്യും. 30,000 ഗവൺമെന്റ് ഓഫീസസും സ്കൂൾസും ഇതിൽ കണക്ട് ചെയ്യപ്പെടും. പ്രൊജക്ട് ലയൺ പ്രപ്പോസൽ ഐഡന്റിഫൈ 6 റീലൊക്കേഷൻ സൈറ്റ്സ്. Kuno Palpur Wildlife Sanctuary identified under Project Lion that was announced by Prime Minister Narendra Modi on August 15, 2020. 6 പുതിയ സൈറ്റ് ഉണ്ട്. മാധവ് നാഷണൽ പാർക്ക് മധ്യപ്രദേശ്. ഈ നാഷണൽ പാർക്ക് അവയുടെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കുക. സീതാമാത വൈൽഡ് ലൈഫ് സാങ്ച്വറി രാജസ്ഥാൻ. ഇത് പ്രൈം മിനിസ്റ്ററുടെ ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ച് മെൻഷൻ ചെയ്തിട്ടുള്ളവയായതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. മുകുന്ദര ഹിൽസ് ടൈഗർ റിസർവ്. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക, ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ അവയുള്ള പ്രത്യേകതകളോടൊന്ന് മനസ്സിലാക്കുക. ഗാന്ധിസാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, കുംഭാൽഗർഗ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, ജസോർ ബാലാറാം അംബാജി വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ലയൺ റീലൊക്കേഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ പോപ്പുലേഷൻ ഇൻ ഗിർ ഹാസ് ലോ ജനറ്റിക് ഡൈവേഴ്സിറ്റി. അത് വൾണറബിൾ ആണ്. എപ്പിഡമിക്സ് ഒക്കെ വന്നത് മരിച്ചു ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ പല നാഷണൽ പാർക്കിലേക്കും വൈൽഡ് ലൈഫ് സാങ്ച്വറീസിലേക്കും മാറ്റി പാർപ്പിക്കുന്നത്. ഏഷ്യാറ്റിക് ലയൺ ലാൻഡ്സ്കേപ്പ് എന്നറിയപ്പെടുന്ന 30,000 സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഏരിയയിൽ ഇവ ധാരാളം കാണുന്നുണ്ട്. ഗിർ വനങ്ങൾ. ഏഷ്യാറ്റിക് ലയൺസ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ്. ഇപ്പൊ അത് ഗുജറാത്തിൽ മാത്രമേ ഉള്ളൂ. സ്മോഗിന്റെ എത്ര ഡേഞ്ചറസ് ആണ് സ്മോഗ്, എയർ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്. അത് ഫോഗ്, ഡസ്റ്റ് എല്ലാം കൂടി കൂടിച്ചേർന്നതാണ്. സോ വിച്ച് കമ്പൈൻ വിത്ത് സൺലൈറ്റ് ടു ഫോം എ ഡെൻസ് ലെയർ ഓഫ് ഗ്രൗണ്ട് ലെവൽ ഓസോൺ. Ozone present high in the atmosphere is good, but when nearer to the ground, it can cause irritating health effect. How smog is formed? It consists of ozone,
along with harmful substances like sulfur dioxide, nitrogen dioxide, carbon monoxide, and PM10s, which can find their way deep into our lungs. Smoke can caused by large amounts of coal burning, slash burning, smoke forming pollutants generate from automobile exhaust, power plants, fireworks, even paint, hairspray, charcoal, and plastic popcorn packaging. Role of local weather phenomena. The formation of smog is also closely linked with temperature, sunshine, and calm winds. On a warmer day, smoke can form more quickly than otherwise. That's a പ്രധാനപ്പെട്ട point ആണ്. Preliminary option ആയിട്ട് ഇടും. Sulfurous smog and photochemical smog are two indistinct types of smog recognized so far. Sulfurous smog, also known as London smog, develops due to high concentration of sulfur oxides in the air. Photochemical smoke is produced when sunlight reacts with oxides of nitrogen and at least one volatile organic compound in the atmosphere. Health impacts on that. Inhaling smog over a long span of time can inflame your breathing passage, much like cigarette smoking. അത് ലങ്സിന് അപകടകരമാണ്. It can greatly decrease the UV radiation, leading to low production of important elements like vitamin D. Panna Tiger Reserve in Biosphere Reserve status. This is a topic. This is a environment. Madhya Pradesh Panna National Park. UNESCO Biosphere Reserve. Like note the Araki Pona. Let them marano. Class in your right side with the Marak. Living in your master Kadaka. Note എഴുതി വെച്ചാൽ നോട്ടോടെ പാരലൽ നോക്കി പോകണം, അല്ലെ ഇത് മെമ്മറി നിൽക്കത്തില്ല. യുനെസ്കോസ് റെക്കഗ്നിഷൻ cited PTR as a critical tiger habitat. Every year, UNESCO appoints new biosphere reserves and removes others to promote the conservation of biodiversity, resolve the man-animal conflict at that site, and allow sustainable use of natural resources. UNESCO Man and the Biosphere Program, MAB. The idea of the Biosphere Reserve was initiated by UNESCO in 1974 under the Man and Biosphere, with the objective of obtaining international cooperation for the conservation of biosphere. It is an intergovernmental scientific program. People and their environment, so sustainable relationship building. Livelihoods improve ചെയ്യണം. ഇതൊക്കെയാണ് ഉദ്ദേശം. ഫ്ലോറ ആൻഡ് ഫോണയ്ക്ക് മാത്രമല്ല പ്രൊട്ടക്ഷൻ, ആ റീജിയന് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഹ്യൂമൻ കമ്മ്യൂണിറ്റീസിനും ഉണ്ട്. എന്ന് വെച്ചാൽ എന്താ, അവിടെയുള്ള ട്രൈബൽ പോപ്പുലേഷനൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അവർക്ക് അവിടുന്ന് അവരുടെ ലൈഫ് സ്റ്റൈൽ അവിടുന്ന് തന്നെ മുൻപോട്ടേക്ക് കൊണ്ടുപോകാൻ. ആദ്യമായിട്ട് വന്നത് നീലഗിരിയിലെ ടൈഗർ റിസർവ് ആണ്. ആദ്യം വരുന്നത്, ഫസ്റ്റ് വരുന്നത് നീലഗിരി ടൈഗർ റിസർവ് ആണ് ഈ സ്കീമിൽ ആദ്യമായിട്ട് വന്നത്. കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? പന്ന ടൈഗർ റിസർവിന്റെ പ്രത്യേകത എന്താണ്? വിന്ധ്യ മൗണ്ടൻ റേഞ്ചിലാണ് മധ്യപ്രദേശിൽ. കെൻ റിവർ ഇതിലൂടെ പോകുന്നുണ്ട്. കെൻ റിവർ പന്ന ഡയമണ്ട് മൈനിങ്ങിന് ഫേമസ് ആണ്. കെൻ ബേറ്റുവ റിവർ ഇന്റർലിങ്കിങ് പ്രൊജക്ട് ഉണ്ട്, അത് ഈ ടൈഗർ റിസർവിനടുത്ത്. വാട്ട് ഈസ് ദ ബ്യൂട്ടിഫുൾ ബ്ലൂ ടൈഡ് സ്പോട്ടഡ് അലോങ് മുംബൈ കോസ്റ്റ് ലൈൻ? നിങ്ങള് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ, അതിൽ ഈ ഫ്ലൂറസൻ ബ്ലൂ ഹ്യൂ കാണിക്കുന്നു. എന്താ സംഭവം? Bioluminescence has been an annual occurrence along the west coast since 2016. ഇതെങ്ങനെ സംഭവിക്കും? The spectacle occurs when phytoplankton, ഇത് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ, ഒന്ന് മനസ്സിലായിക്കോ. പോസിബിലിറ്റി ഉണ്ട് പ്രശ്നമായിട്ട് വരാൻ.
Phytoplankton, microscopic marine plants, commonly known as dinoflagellates, produce light through chemical reactions in proteins. Waves disturb these unicellular microorganisms and makes them release blue light. അപ്പൊ ഈ കടൽ തീരത്തൊക്കെ ഓമനപ്പുഴ കിടപ്പുറത്തൊക്കെ ചേർത്തലെ കഴിഞ്ഞ വർഷം ഇങ്ങനെ ഉണ്ടായി. തിളങ്ങും, രാത്രിയിൽ നല്ല തിളങ്ങും, ഇങ്ങനെ കിലോമീറ്ററോളം തിളങ്ങി നിൽക്കുന്നതാണ്. ഈ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്ന സിനിമയിൽ അത് കാണിക്കുന്നു. Main factors for its occurrence could be eutrophication, the reduction of oxygen in water, which makes the phytoplanktons very dominant. Why it is dangerous? The spectacle may be beautiful, but it may also be a signal of danger. Many of the species in this group are toxic. If dinoflagellates reproduce rapidly, they may cause so-called red tides. During this period, all the animals that feed on dinoflagellates, mollusks, fish, ഇതൊക്കെ ഇതിനെ കഴിക്കും. ടോക്സിക് ആണ്. അപ്പം ഇതിന്റെ അക്യുമുലേഷൻ മൂലം അവ അതൊരു എക്കോസിസ്റ്റത്തെ ബാധിക്കും. സീ ആനിമൽസിനും ഒക്കെ അത് വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഫിലിബിത് ടൈഗർ റിസർവ് ഗെറ്റ്സ് ഫസ്റ്റ് TX2 അവാർഡ് UP-യിലാണ്. അവരെന്താ ചെയ്തത്? ഡബിൾ ദ നമ്പർ ഓഫ് ടൈഗേഴ്സ് ഇൻ ലെസ് ദാൻ സ്റ്റിപ്പുലേറ്റഡ് ടൈം ഒരു കേസ് സ്റ്റഡി ആയിട്ട് കൊണ്ടുവരാം. കൺസർവേഷൻ എക്സലൻസ് അവാർഡ് ഫോർ 2020. Transboundary Manas Conservation Area straddling the India-Bhutan border has received the TX2 Conservation Excellence Award for 2020. Transboundary Manas Conservation Area of Cha MCA, comprising of 500 square kilometer of Manas National Park in Assam and 1057 square kilometer Royal Manas National Park in Bhutan. അപ്പം ഈ ഒരു റിസർവ്സിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുക. TX2 എന്ന് വെച്ചാൽ ഒരു ഗ്ലോബൽ അവാർഡാണ്. റഷ്യ ബേസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് ഇത് കൊടുക്കുന്നത്. ഗ്ലോബൽ ടൈഗർ ഫണ്ട്, കാറ്റ്സ്. Brown carbon tar balls found in Himalayan atmosphere. Tar balls in the Himalayas. The percentage of tar balls increased on days of higher levels of pollution and could contribute to hastening a glacial melt and global warming. Then it tar balls. ഇങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നത്. ലൈറ്റ് അബ്സോർബിംഗ് കാർബണോഷ്യസ് പാർട്ടിക്കിൾസ് ആണ് ബയോമാസ് ഫോസിൽ ഫ്യൂൽസ് ഇവരുടെ ബേണിംഗ് കൊണ്ട് ഉണ്ടാവും. They hasten glacial melt. They are formed from brown carbon emitted during the burning of fossil fuels. അത് എവിടുന്നാണ് വരുന്നത്? ബയോമാസ് ബേണിംഗ്, ഇൻഡോ ഗാംഗറ്റിക് പ്ലെയിൻസ്, അതിൽ നിന്നാണ് കൂടുതലായിട്ടുണ്ടാകുന്നത്. ഫാസ്റ്റ് റേഡിയോ ബേസ്റ്റ് മിൽക്കി വേയിൽ ക്ഷീരപഥത്തില് ഡിറ്റക്ട് ചെയ്തു ആദ്യമായിട്ട്. The Milky Way for the first time. Significance of this discovery. It is not only the closest such signal ever recorded near the Earth, it was also 3000 times brighter than any other magnetar radio signal detected till now. Spike in ammonia levels in Yamuna നദിയിൽ ammonia levels ഒത്തിരി കൂടി. Acceptable ലിമിറ്റിനും മേളിലാണ്. 0.5 ppm ആണ് മാക്സിമം ഡ്രിങ്കിങ് വാട്ടറിൽ അലൗഡ്. പക്ഷെ അത് അതിൽ കൂടുതലായി. കളർലെസ് ഗ്യാസ് ആണ്, ഇൻഡസ്ട്രിയൽ കെമിക്കലാണ്. ഇത് ഹൈഡ്രജനും നൈട്രജനുമായി കൂടിച്ചേർന്ന് അമോണിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. അമോണിയ ഓർഗാനിക് വേസ്റ്റ് മാറ്ററിൽ നിന്നും നാച്ചുറലി ഉണ്ടാവാറുണ്ട്. എയറിനേക്കാൾ ലൈറ്ററാണ്. കണ്ടാമിനേഷൻ എന്തുണ്ടാക്കും? അത് ഫിഷസിന് ടോക്സിക് ആണ്, ഹ്യൂമൻസിനും പ്രോബ്ലം ഉണ്ടാക്കും. ലാസ്റ്റ് ടോപ്പിക്, ലാച്ചിറ്റ് ബോർപുഖാൻ. ലാച്ചിറ്റ് ദിവസിൽ അദ്ദേഹത്തിന് സ്മരണാഞ്ജലി അർപ്പിച്ചു. ഹി വാസ് എ കമാൻഡർ ഇൻ ദ ഹോം കിങ്ഡം. ബാറ്റിൽ ഓഫ് സറൈഗഡ് 1671
എന്ത് ചെയ്തു? മുഗൾ ഫോഴ്സസിന്, known for his leadership at that thwarted a drawn-out attempt by Mughal forces under the command of Ram Singh I to take over Ahom kingdom. Battle of Saraighat was fought on the banks of the Brahmaputra in Guwahati. ഒന്ന് പ്രധാനപ്പെട്ടതാണ്. പ്രധാനമന്ത്രി നേരിട്ട് ആദരവ് അർപ്പിച്ച ഒരു സംഭവമാണ്. നോക്കിക്കാണ്, കഴിഞ്ഞ വർഷങ്ങളിൽ വാർത്തകളിലൊക്കെ ഉണ്ടായിരുന്നു. ബെസ്റ്റ് പാസിംഗ് ഔട്ട് പരേഡിന് ഇന്ത്യയെ കൊടുക്കുന്ന മെഡലിന്റെ പേരും ലാച്ചിത് ബോർഫുഖാൻ ഗോൾഡ് മെഡൽ എന്ന്. ബാറ്റിൽ ഓഫ് സരേഗഡ് മുഗൾസും അഹോം കിങ്ഡവും തമ്മിലുള്ള യുദ്ധമായിരുന്നു എന്ന് മനസ്സിലാക്കും. ലാസ്റ്റ് ഒരു ടോപ്പിക് ഇവിടെ, അതുകൊണ്ട് നമ്മൾ തീരുകയാണ്. നാളെ നമ്മൾ ഡിസംബറിലേക്ക് കിടക്കും. വാട്ട് ഈസ് SpaceX NASA's upcoming Crew 1 mission launch? NASA has certified SpaceX Crew Dragon capsule and Falcon 9 rocket, making it the first spacecraft certification provided by the space agency. This means SpaceX can now operate regular flights to space station. SpaceX എന്ന് പറയുന്ന കമ്പനിക്ക് സ്പേസ് സ്റ്റേഷൻസിലേക്ക് ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യാം. Crew Dragon spacecraft will lift off from NASA's Kennedy Space Center. ഇതൊരു കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമാണ്. Space easier in terms of cost, so that cargo and crew can be easily transported to and from the ISS. So ഇത്രയാണ് ഉള്ളത്. ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് ക്ലാസ് റൂമിൽ അല്ലേ, ഈ PDF ഷെയർ ചെയ്തിട്ടുണ്ട്. റെസ്റ്റ് റിമൈനിങ് ഇനി ഡിസംബർ നാളെ പോകും. ജാൻ, ഫെബ്, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ബാക്കി മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ വളരെ വേഗത്തിൽ പോകും, വരുന്ന ദിവസങ്ങളിൽ പോകും. സോ ഡിസംബർ കഴിഞ്ഞാലുള്ള ജാനുവരി തൊട്ടുള്ള കറണ്ട് അഫയേഴ്സ് 2022 എഴുതുന്നവർക്കും പ്രധാനമാണ്. കറണ്ട് അഫയേഴ്സിന്റെ നോട്ട് കൃത്യമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തെടുക്കുക, നന്നായിട്ട് എഴുതി വെക്കുക. ഇതൊന്നും വായിച്ചാൽ മറന്നു പോകും. അതുകൊണ്ട് തന്നെ എഴുതി ഇത് വായിച്ചത് പഠിച്ചു പോവുക, കാര്യങ്ങൾ പഠിച്ചു പോവുക. അല്ലാതെ ജസ്റ്റ് ക്ലാസ് കേട്ടോണ്ടിരുന്നൊന്നും ഓർമ്മ നിൽക്കില്ല. പഠനം പ്രധാനമാണ്. 8 to 12 hours പഠിക്കുന്ന മറ്റു വിദ്യാർത്ഥികളോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നുള്ള ബോധ്യം വേണം. ആവശ്യത്തിന് എഫേർട്ട് കൊടുക്കുക. സോഷ്യൽ മീഡിയയും സോഷ്യൽ ലൈഫും ഒക്കെ ഒന്ന് കുറയ്ക്കുക. കൂടുതൽ ഫോക്കസ് അക്കാഡമിക്സിലേക്ക് കൊണ്ടുവരിക. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നോർമൽ കറണ്ട് അഫയേഴ്സ് ക്ലാസ് 10 മണിക്ക് ആരംഭിക്കും. താങ്ക് യു. അപ്പൊ മുന്നോക്കക്കാരുടെ ഇപ്പൊ ഈ സ്കോളർഷിപ്പ് ക്ഷണിച്ചിട്ടുണ്ട്. ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് ഗവൺമെന്റിൽ നിന്ന് 10,000 രൂപ ധനസഹായമുണ്ട്. അത് നിങ്ങൾക്ക് അപേക്ഷിക്കാം. അക്കാഡമിയുടെ റെക്കമെൻഡേഷൻ വേണ്ടവർ അക്കാഡമിയായിട്ട് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. ഫീ റെസിപ്റ്റും ഒക്കെ ഉൾക്കൊള്ളിച്ച് നിങ്ങൾക്ക് അതിനെ അപേക്ഷിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഹലോ സർ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ എങ്ങനെ നടക്കുന്നുള്ളൂ? ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ മോക്ക് ടെസ്റ്റിന്റെ എങ്ങനെയുണ്ടോ? അത് ഓൾറെഡി കഴിഞ്ഞല്ലോ, മോക്ക് ടെസ്റ്റ് കഴിഞ്ഞായിരുന്നു. അതിന്റെ ഡിസ്കഷൻ എന്താ? ഡിസ്കഷൻ നമ്മൾ നേരത്തെ ഇതിന്റെ റെക്കോർഡഡ് കിട്ടും. ഓൾറെഡി നേരത്തെ കഴിഞ്ഞതാണ് അത്. ഓക്കെ സാർ, ഓക്കെ. അപ്പൊ അത് ഓഫീസിൽ പറഞ്ഞാൽ അതിന്റെ ഡിസ്കഷന്റെ വീഡിയോസ് കാണാൻ പറ്റും. പ്രിലിം ടെസ്റ്റ് സീരീസിന്റെ അല്ലേ ചോദിക്കുന്നത്? അതെ അതെ, അത് നേരത്തെ നടന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ റെക്കോർഡഡ് വേർഷൻ ചോദിച്ചാൽ മതി. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു.